എന്റെ കയ്യിലുള്ളത് ജൂലൈ 1989 ഒരു ഫോട്ടോയാണ്. ആരൊക്കെയാണെന്നറിയാമോ നിൽക്കുന്നത്? വാജ്പേയി, രാമറാവു, LK അദ്വാനി, VP സിംഗ് തുടങ്ങിയ നേതാക്കൾ. ഇരിക്കുന്നവർ ജ്യോതി ബാസുവും EMS നമ്പൂതിരിപ്പാടും. ഒരുമിച്ചായിരുന്നു 89 ജനതാ പാർട്ടി അല്ല. 89 ജനതാ പാർട്ടിയല്ല, രാജീവ് ഗാന്ധിയെ പരാജയപ്പെടുത്താൻ, മറ്റത് അടിയന്തരാവസ്ഥയെ തോപ്പിക്കാൻ. 89 അദ്വാനിയും അതുപോലെ വാജ്പേയിയും ജ്യോതി ബാസുവും EMS നമ്പൂതിരിപ്പാടും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രമാണിത്. ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം. എന്നിട്ടെന്താ, TN ചതുർവേദി എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് കൊടിപിടിക്കുന്ന ഒരു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിന്റെ പ്രകാരം ബോഫോസ് കേസ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുമിച്ച് കൂടിയതെന്നായിരുന്നു CPMന്റെ ഭാഷ്യം. അപ്പൊ കേരളത്തിലൊക്കെ C&AG റിപ്പോർട്ട് കീറിക്കളയാണ് CPM. അതല്ല, അപ്പൊ 89 ഇവർ ഒരുമിച്ച് കൂടി. അന്ന് മൊഹിസൻ ബ്ലിറ്റ്സ് വാരിയയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം വളരെ ഒരു പ്രവചനാത്മകമായ രീതിയിൽ മൊഹിസന്റെ ഒരു വിലയിരുത്തലുണ്ട്. ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അന്ത്യം കുറിക്കും. നിങ്ങൾ ഈ സാമ്രാജ്യത്വ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടി രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിനെയും നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ ഇത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും എന്ന് 89 മൊഹിസൻ ബ്ലിറ്റ്സ് വാരിയയ്ക്ക് എഴുതിയിട്ടുണ്ട്. പ്രവചനാത്മകമായിരുന്നു. പിന്നീട് തളർന്നു വീണിട്ട് രണ്ടു കാലിൽ എണീറ്റ് നിൽക്കാൻ ഇന്ത്യയിലെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പിന്നെ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ ബംഗാളിൽ 33 വർഷം ഭരിച്ച ബംഗാളിൽ വരെ തകർന്നു തരിപ്പണമായി പോയി. ഇതാണ് സ്ഥിതി. 2015 CK ചന്ദ്രപ്പൻ മെയിൻ സ്ട്രീം വാരിയയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, CPM ഈസ് ഗോയിങ് ടു സിങ്ക്. CPI വിൽ ഓൾസോ സിങ്ക് അലോങ് വിത്ത് CPM. അതായത് കോൺഗ്രസ് വിരോധം ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തണമെന്നുള്ള കോൺഗ്രസ് വിരുദ്ധതയുടെ ഭാഗമായി ഇഷ്ടമുള്ള സമയത്ത് 67-ലും 75-ലും 89-ലും ഇപ്പോഴും CPM BJPയുമായും RSSുമായും കൂട്ടുകൂടുക. വെറുതെ ഒരു പ്രസ്താവന ഇന്നലെ ഇങ്ങനെ ഇറക്കും. ഇത് നേരത്തെ ശ്രീ പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും RSSന്റെ വോട്ട് ചോദിച്ചിട്ടില്ല, പക്ഷെ RSSന്റെ വോട്ട് ഞങ്ങൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്.